ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ്റെ കയ്യിലായിരിക്കും അവൾ ഏറ്റവും സുരക്ഷിതയായിരിക്കും. കഥകൾ കേട്ട് അച്ഛൻ്റെ നെഞ്ചിലെ ചൂടായിട്ടായിരിക്കും അവൾ കൂടുതലും ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഇടുക്കി കമ്പിളിക്കണ്ടത്തെ തുഷാരയുടെ ജീവിത കഥയ്ക്ക് ഇങ്ങനെയുള്ള വർണ്ണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നു. കണ്ണുനീർ കലർന്ന് നിറം മങ്ങിയ ഒരു ജീവിത കഥയായിരുന്നു തുഷാരയുടേത്. നല്ല സ്വഭാവമുള്ളൊരു കൊച്ചായിരുന്നു. അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവള് പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ബില്ലേട്ട എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എന്നെ കൊല്ലും. പള്ളി കഴിഞ്ഞ് ശവാടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പറയുന്നത് അവളെ ആ കാരണവർ കൊന്നതാണ്. ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു പെൺകുട്ടി. കല്യാണം കഴിച്ചു വിടുന്നവരും പറയാം ഒരിക്കലും മാനസിക സ്വാസ്ഥ്യം ഉണ്ടായിട്ടില്ല. ബോഡി കുളത്തിൽ കിടന്നിരുന്ന ആളുകൾ എടുത്തവർ പറഞ്ഞത് വായും മൂക്കും മൂടിക്കെട്ടി അഴിക്കാൻ പാടില്ലാഞ്ഞിട്ടത് കൊണ്ട് ഇവർ ഊർത്തിക്കളിയാണെന്നാണ് പറഞ്ഞത്. സർജൻ അല്ലാത്ത ഒരാളെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ച് ശവം അടക്കാൻ അനുവാദം കൊടുത്തതിൽ ബുദ്ധിമുട്ട് തോന്നി. പണം കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും ആരെയും വിലയ്ക്ക് വാങ്ങാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം തുഷാരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഈ വൈരുദ്ധ്യം കടന്നു വന്നത്. തുഷാരയുടെ ലങ്സിലും ശ്വാസനാളത്തിലും കാർബോഫ്യൂറാൻ്റെ അംശം ഉണ്ടെന്ന് ദുരിതങ്ങൾ മാത്രം നിറഞ്ഞ തുഷാരയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ നാമ്പ് മുളച്ചു തുടങ്ങിയത് സാബു തുഷാരയുടെ ജീവിതത്തിലേക്ക് എത്തിയത് മുതലായിരുന്നു. സ്വന്തം വീട്ടിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മുഴുവൻ തുഷാരയ്ക്ക് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചു. അവള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് നല്ല സ്നേഹമായിരുന്നു, ഞങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങൾക്കും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു. അവള് ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവളുടെ വീട്ടിലേക്ക് പോകില്ലായിരുന്നു. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അവിടെ പോണേ. സ്വന്തം വീടിനേക്കാളും തുഷാര സ്നേഹിച്ചത് തന്റെ ഭർത്താവിന്റെ വീടിനെയായിരുന്നു, വീട്ടുകാരെയായിരുന്നു. സ്വപ്നങ്ങൾക്ക് വീണ്ടും ചിറകുകൾ മുളച്ചു തുടങ്ങിയ തുഷാര ഒരു കുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ വിധി തുഷാരയ്ക്ക് വേണ്ടി കാത്തുവച്ചത് മറ്റൊന്നായിരുന്നു. തന്റെ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം പകർന്നു നൽകാൻ ഇന്ന് തുഷാരയില്ല. അവള് ഞങ്ങളുടെ വീട്ടിൽ വന്നേ പിന്നെ അവള് പറയുമായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ജീവിതം എന്തെന്ന് മനസ്സിലാക്കിയത്. എനിക്ക് ഈ വീട്ടിൽ വന്നിട്ട് സ്വർഗം പോലെയാണ്. നല്ല സ്വഭാവമുള്ളൊരു കൊച്ചായിരുന്നു. അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യമില്ല. മാർച്ച് 17 ഈ കുളത്തിലാണ് തുഷാര മരിച്ചു കിടന്നെന്ന് പറയപ്പെടുന്നത്. ഈ കുളത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഇവിടെ നിന്ന് തുഷാരയുടെ അമ്മ കൊളക്കടവിൽ നിന്ന് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ അടുത്ത കുന്നിപ്പിളിക്കാട്ട് ജോണിയുടെ ഭാര്യയും കൂടി വന്നാണ് ഇവരെ എടുക്കുന്നത്. ഇവിടെ തുണി അൽക്കൊണ്ട് നിന്നപ്പോൾ ഈ പെണ്ണിൻ്റെ അമ്മ നിരോളിച്ചുകൊണ്ട് അതിൽ ഓടി നെജത്തിന് തിരിച്ച് ഓടി ഇറങ്ങി വരിക. അപ്പം ഞാൻ അവളെ ഒന്ന് നോക്കുമ്പോൾ അയ്യോ ജോണിയെ ഓടി വായോ എന്ന് പറയാനുണ്ട് എൻ്റെ മൂത്ത മോനോട്. അപ്പം ഞാൻ ഉടനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കുളക്കര ചെല്ലുമ്പോൾ ഈ വെള്ളത്തിൽ ഈ തുഷാര കിടക്കുന്ന രംഗമാണ്. അപ്പം വെള്ളത്തിലേക്ക് ഇപ്പോൾ പോയതുള്ളൂ എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇറങ്ങി ഈ കരയ്ക്ക് വലിച്ച് അടുപ്പിക്കുന്നത്. ധോണി ഓടിച്ചെന്ന് ഈ ഗ്രേസിങ്ങിൻ്റെ കൂടിയാണ് ഇഴുത്ത് പൊക്കിയത്. അപ്പോഴത്തെ ഞാൻ കുളത്തിൻ്റെ അടുത്തോട്ട് ചെന്നു. ഞാൻ കുളത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ ഈ നൊറോളി കേട്ടോണ്ടില്ലേ അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്നു. അവരിങ്ങനെ എല്ലാവരും ഉണ്ട് കുളത്തിന് ഈറ്റിയുണ്ട്. അവിടുന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എടാ വെള്ളം കുടിച്ചാണെങ്കിൽ ധോണിയുടെ കൊച്ചിനോട് പറഞ്ഞു ഒരു വണ്ടി വിളിച്ചോണ്ട് പോവാ, വെള്ളം കുടിച്ചായിരിക്കും വേഗം ആശുപത്രി കൊണ്ടുപോയാൽ
കൊണ്ടുവരാനെന്ന് പറഞ്ഞു. പിന്നെ അയലക്കത്തെ പയ്യൻ പോയി ഒരു വണ്ടി വിളിച്ച് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. CI നാരായണൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടുത്തെ ഡോക്ടറാണ് സർട്ടിഫിക്കറ്റ് ചെയ്ത് മരിച്ചു എന്ന് ആദ്യം പറയുന്നത്. അപ്പം മരിച്ചതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. മരിച്ചെന്ന് പറഞ്ഞ് ഇനി എടുക്കൂല്ലോ. വീടിനടുത്തുള്ള കുളത്തിൽ വെള്ളമെടുക്കാൻ പോയ തുഷാരയെ ആരോ വെള്ളത്തിലേക്ക് എട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ഞാനും തുഷാരയും കൂടി സംസാരിച്ചാണ്. ആ സംസാരത്തിനകത്ത് ഇതിനകത്ത് യാതൊരു വിഷയമില്ല, ഞാൻ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ തുടങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. 8 മണിയായപ്പോൾ അവൾ സാബുവിനെ വിളിച്ചതാണ്, ചേട്ടായി ഞാനിങ്ങനെ കൊച്ചിന് പോളിയോ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, ആ നീ പോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വിളിച്ചോളാം, ഇപ്പം എനിക്ക് കടയിൽ ഇച്ചിരി തിരക്കുണ്ടെന്ന് അവൻ പറയുകയും ചെയ്തു. ഞാനന്ന് രാവിലെ പോരണ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 8-8:30 ആയപ്പോഴാണ് സംഭവം ഇങ്ങനെ മരിച്ചു എന്ന് അറിയണത്. തുഷാരയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് തുഷാരയുടെ സ്വന്തം വീട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും. പക്ഷേ തുഷാരയുടെ ഭർത്താവിന്റെ വീട്ടുകാർ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് തറപ്പിച്ചു പറയുന്നു. 8:30 വിളിച്ചു, ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പം ഏതോ ഒരു ഒരു ചെറിയ പെങ്കൊച്ചിൻ്റെ സൗണ്ടാണ് കേട്ടതെന്ന് പറഞ്ഞാൽ ആ കൊച്ചു എടുത്തു. അപ്പോൾ അവന് സംശയം, ഇത് എൻ്റെ ഭാര്യയുടെ ഫോൺ തന്നെയാണോ എന്ന് ഓർത്തിട്ട് ഇവള് ചോദിക്കുന്നുണ്ട്, ഇത് തുഷാരയുടെ ഫോണല്ലേ എന്ന്. ഇപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞു, അതെ സാബു ചേട്ടനാണോ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ആ ഫോൺ ആരോ തട്ടിപ്പറിക്കും പോലെ മാറ്റി വെച്ചു എന്നാണ് സാബു പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ തുഷാരയുടെ അമ്മ എടുത്തേച്ച് പറഞ്ഞു, മോനെ സാബു കൊച്ചൊന്ന് വെള്ളത്തിൽ വീണു എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളത്തിൽ വീണമെന്ന് പറഞ്ഞപ്പോൾ സാബു പറഞ്ഞു, അതെങ്ങനെയാണ് കൊച്ചു വെള്ളത്തിൽ വീണതെന്ന് ചോദിക്കുകയും ഈ ഫോൺ വീണ്ടും ആരോ തട്ടിപ്പറിച്ചു. അത് കഴിഞ്ഞ് ഇവൻ കുറേ പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ തുഷാരയുടെ അപ്പൻ ഫോൺ എടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, പുള്ള ഒന്ന് വെള്ളത്തിൽ വീണു, അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം തന്നെ സാബു ഇവിടുത്തെ ചേട്ടനെയും എൻ്റെ വലിയേട്ടൻ മൂത്ത ചേച്ചിനെ കിട്ടിയേക്കണ ചേട്ടനും കൂടി ഓട്ടോയും എടുത്തുകൊണ്ട് പോവുക. പകുതി കട വരെ ചെന്നു എന്ന് പറഞ്ഞു. ചെന്നപ്പോഴത്തേനും എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു, മരിച്ചു, അങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. തുഷാരയുടെ പിതാവ് പറഞ്ഞു, ഇവർക്ക് കുറേ നാളായി ആത്മഹത്യ ചെയ്യണമെന്നുള്ളൊരു ജ്വരം തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണ്ട, നിങ്ങൾ കൂടുതൽ വാചകമൊന്നും അടിക്കേണ്ട, ഇവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല, ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടെങ്കിൽ പോരായിരുന്നു, വിളിച്ചു കൊണ്ടുപോയി തല്ലി കൊന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണെന്ന് ചോദിച്ചാൽ അത് വലിയ പ്രശ്നമായി പോയി, ചൂടായി. ഉടനെ തന്നെ അവളുടെ അപ്പനെ നാട്ടുകാരൊക്കെ അവിടെ കംപ്ലൈൻറ്റ് നിന്ന് വന്നവർ വിളിച്ചുകൊണ്ടേ. പള്ളി കഴിഞ്ഞ് ശവാടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ പറയുന്നത് അവളെ ആ കാരണവർ കൊന്നതാന്ന്. അപ്പോഴാണ് പിന്നെ അവിടെ മുതൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. ഞങ്ങളിങ്ങനെ ഇവരോട് ചോദിച്ചിട്ട് ഒരു തള്ള ഞായറാഴ്ച പള്ളിയിൽ വന്നു, ഇവിടെ അടക്കിയേക്കണേൻ്റെ ഭാഗത്ത് വന്നു വെച്ച് തള്ള വരുന്ന കരയുണ്ട്, എൻ്റെ കൊച്ചിനെ കൊന്നതാന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്നാൽ വീട്ടിൽ പോകാം, വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് അമ്മ വന്നിരുന്ന് ഇച്ചിരി ചോറൊക്കെ ഞങ്ങൾ കൊടുത്തു. അത് ഉണ്ടോണ്ടിരുന്നാണ് പറയണത് എൻ്റെ കൊച്ചിനെ കൊന്നതാന്ന്. അപ്പോൾ ആരാന്ന് ഞങ്ങൾ ചോദിക്കണ്ട. അന്നേരം പറയണു, അത് നിങ്ങൾ കണ്ടുപിടിക്കുക, 7 ആണുങ്ങളല്ലേ ഉള്ളത്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി അങ്ങേരുടെ കൂടെ ജീവിക്കാനുള്ളതല്ലേ, എൻ്റെ കൊച്ചു പോയി, ഇനി നിങ്ങൾ എന്നെ എന്താണെങ്കിലും ഈ വീട്ടിൽ കിടത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ എങ്ങും കിടക്കാനോ സ്ഥലമില്ല, അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ. ആരോ അപകടപ്പെടുത്തുക എന്നുള്ളതിന് ഉറപ്പാണ്. പക്ഷേ അവക്കടെ അമ്മയ്ക്കാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമുള്ളൂ. മെഡിക്കൽ കോളേജിൽ നടത്തേണ്ടിരുന്ന പോസ്റ്റ്മോർട്ടം നടത്തിയത് അടിമാലി താലൂക്ക് ആശുപത്രി. ആദ്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെള്ളം അകത്ത് ചെന്നതുകൊണ്ടുണ്ടായ മരണമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ അപാകതയും തുഷാരയുടെ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളിലുള്ള സംശയവും മൂലം തുഷാരയുടെ ഭർത്താവിന്റെ വീട്ടുകാർ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പരാതി കൊടുത്തു. താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറി ചെന്നപ്പോൾ മുഖം കാണാത്ത രീതിയിലാണ് ഇവളെ തിരിച്ചു കിടത്തിയിരുന്നത്. ഉടനെ മുഖം തിരിച്ചു നോക്കിയപ്പോൾ ഇവളുടെ മൂക്കിൽ നിന്ന് എന്തോ കറുത്ത ഒരു പദാർത്ഥം ഒഴുകിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് കുളത്തിലെ പായലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിൽ സംശയം തോന്നിയതുകൊണ്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ എന്നെ അവിടെ നിന്ന് ഉന്തിത്തള്ളി പുറത്തിയടിച്ചു. പൗലോസ് എന്ന് പറഞ്ഞ ബന്ധു, ഈ ഭർത്താവിൻ്റെ ബന്ധു, അയാൾ അവിടെ കൂടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതിനൊന്നും യാതൊരു പ്രസക്തി ഉണ്ടായില്ല. അദ്ദേഹത്തെ പിടിച്ച് തെള്ളുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മോർച്ചറിയിൽ നിന്നും പുറത്തിയാടിയ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ പുറത്തു വന്നു നിന്നു. ബന്ധുക്കാരാണെന്ന് പറഞ്ഞ് ആരൊക്കെയോ ഇവർ പോസ്റ്റ്മോർട്ടത്തിൻ്റെ മുറിയിൽ കയറ്റി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. പോസ്റ്റ്മോർട്ടത്തിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോഴും ഞങ്ങളെ ആരെയും അവർ ഉൾക്കൊള്ളിച്ചില്ല. നമ്മൾ ആശുപത്രി ചെന്നിട്ട് ഞങ്ങളെ ബോഡി കാണിച്ചു തരുമോ, ഞങ്ങളെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും ആ റൂമിൽ നിന്നിരുന്ന പോലീസുകാരൻ ഞങ്ങളെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. അവർ അങ്ങനെ തൊടാനോ, ഈ ഒരു സൈഡിനാണ് അടിയേറ്റതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ കഴുത്തിങ്ങനെ ചെരിഞ്ഞൊക്കെയാണ് കിടന്നത്, പക്ഷേ ഞങ്ങളെ കാണിച്ചില്ല. അവരെല്ലാവരും കൂടെ ഒരു ഒത്ത് ചെയ്ത ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇവിടെ നടത്തണ്ടെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം
അപ്പം പറഞ്ഞു എൻ്റെ കൊച്ച് എൻ്റെ വീട്ടിൽ കിടന്ന് മരിച്ചു, അതിന് ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല, പിന്നെ അതുകൊണ്ട് ഇവിടെ തന്നെ നടത്തണമെന്ന് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തണം, അങ്ങനെയാണ് നടത്തിയതെന്നാണ് പറയണത്. ഒരു അസ്വാഭാവിക മരണം നടന്നാൽ അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്തായിരുന്നാലും പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമ നടപടികൾ ഒന്നും തന്നെ തുഷാരയുടെ പോസ്റ്റ്മോർട്ടത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞതിന് ശേഷം 7 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് RDOയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാവുള്ളൂ എന്നുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടിയ ഒരു ഡോക്ടറെ കൊണ്ട്, സർജനല്ലാത്ത ഒരാളെ കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ച് ശവം അടക്കാൻ അനുവാദം കൊടുത്തതിൽ ബുദ്ധിമുട്ട് തോന്നി. അൺനാച്ചുറൽ ഡെത്ത്, അസ്വാഭാവിക മരണമുണ്ടായാൽ അത് മെഡിക്കൽ കോളേജിലുള്ള പോലീസ് സർജനിലേ ചെയ്യേണ്ടത്. അപ്പോൾ ചോദിച്ചു, ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചല്ല മരിച്ചേക്കുന്നത്, സ്വന്തം വീട്ടിൽ വെച്ചാണ്. ഇതിനാരും പരാതിക്കാരില്ല. പോലീസ് SIയോടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ കാർഡിലാണ്, അത് ഡോക്ടർ പറയുന്ന പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശവടക്ക് കഴിഞ്ഞപ്പോൾ തന്നെ തള്ള പറഞ്ഞ് എൻ്റെ കൊച്ചിനെ ആരോ കൊന്നതാണ്, ആരാണെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ വീട്ടിൽ പോയിരുന്ന് റീപോസ്റ്റ്മോർട്ടത്തിനുള്ള പരാതി കൊടുത്തു. ഈ പരാതി കൊടുത്തതിന് ശേഷം സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങിയെങ്കിലും എനിക്കതിൻ്റെ ഇൻക്വസ്റ്റിൻ്റെയോ പോസ്റ്റ്മോർട്ടത്തിൻ്റെയോ കോപ്പി തന്നില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ അടുക്കൽ ചെന്ന് വീണ്ടും ചെന്ന് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ആ കുട്ടിയുടെ മരണവിവരം അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നത്തെ താലൂക്ക് ആശുപത്രിയിലെ സർജൻ എന്നോട് പറഞ്ഞത് ഇയാൾ മാന്തി എടുത്ത് കോട്ടയത്തിന് കൊണ്ടുവിടുമെന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്തിന് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ എന്തായാലും പരാതി കൊടുത്തു. അപ്പോൾ RDOയ്ക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ റീപോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി RDO ഉത്തരവായി. റീപോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് കാത്തിരുന്നിട്ട് മാസങ്ങളോളം ഇരുന്നു. പക്ഷേ എനിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതുകൊണ്ട് റിസൾട്ട് വന്ന് 7-ാം മാസം എനിക്ക് ആ റിസൾട്ടിൻ്റെ കോപ്പി തന്നു. ഈ കോപ്പി തന്നപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു, ഇത്രയും നാൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുകയായിരുന്നു, എന്തായാലും ഇത് തണുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ സാധനം വാങ്ങിച്ച് വായിച്ച് നോക്കിയപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചു, വെള്ളം കോരാൻ പോയപ്പോൾ വന്ന് പാലത്തടി ഒഴിഞ്ഞ് വീണ് മരിച്ചു എന്ന് പറഞ്ഞ തുഷാരയുടെ ലങ്സിലും ശ്വാസനാളത്തിലും കാർബോഫുറാൻ എന്ന അപരനാമത്തിലുള്ള ഫുറഡാൻ ൻ്റെ അംശം ഉണ്ടെന്ന് ഡോക്ടർ ശശികല കണ്ടുപിടിക്കുകയും ഇതിൻ്റെ റിപ്പോർട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്യൂരിഡാൻ എന്ന വിഷാംശം ഉള്ളിൽ ചെന്നതുകൊണ്ടുണ്ടായ മരണം എന്നാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഈ പ്യൂരിഡാന്റെ അംശം ശ്രദ്ധിക്കാത്തതാണോ അതോ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്യൂരിഡാൻ എന്ന വിഷാംശം ഉള്ളിൽ ചെന്നതുകൊണ്ടുണ്ടായ മരണം എന്നാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഈ പ്യൂരിഡാന്റെ അംശം ശ്രദ്ധിക്കാത്തതാണോ അതോ പല കാര്യങ്ങളിൽ ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ഒന്ന്, ഈ കാർബോഫുറാൻ പ്രസവിച്ചെടുക്കുന്ന പെണ്ണിന് കാർബോഫുറാൻ എവിടെ നിന്ന് ലഭിക്കും? ഈ പെൺകുട്ടി 2005 മുതൽ ഒരു മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ശുഭലക്ഷ്മിയുടെ നേതൃത്വത്തിലും തുടർന്ന് ഡോക്ടർ ജോസഫ് വർഗീസ് എന്ന് പറയുന്ന ഡോക്ടറുടെ ചികിത്സയിലുമായിരുന്നു എന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. അങ്ങനെ ഗുളിക കഴിക്കണ്ടെങ്കിലും ഞങ്ങളത് അറിയണ്ടേ, സാബു അറിയേണ്ടതല്ലേ. അങ്ങനെ അസുഖമൊന്നും ഉള്ളതായില്ലായിരുന്നു. ചെറിയ ഉറക്കക്കുറവുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അവിടെ അപ്പനൊന്നും കുടിച്ചേച്ച് വന്ന് വെച്ച് വഴക്കം വെകളായിരുന്നു. അതിൻ്റേതായ ഒരു ഇതിലൊരു ഉറക്കക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അവരത് മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറയണോ കോലഞ്ചേരിയിൽ ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്നതായിരുന്നു എൻ്റെ കൊച്ചിനെ എന്നാണ് അവർ പറയുന്നത്. നമുക്കതിനെപ്പറ്റി യാതൊരു അറിവുമില്ല, ഞങ്ങളോട്ട് അറിഞ്ഞിട്ടുമില്ല ഈ സംഭവം. OJ ജോസഫ് എന്ന് പറഞ്ഞ അവിടുത്തെ പ്രമുഖനായ പൊതുപ്രവർത്തകൻ എന്നോട് പറയുന്നു, ഒരിക്കലും ആ പെൺകുട്ടിയെ എനിക്ക് കൊച്ചും വയസ്സും ഒരു 4-5 വയസ്സ് മുതൽ ഇപ്പം കല്യാണം കഴിച്ചു വിടുന്നവരും പറയാം, ഒരിക്കലും മാനസിക സ്വാസ്ഥ്യം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ ഭാര്യ പഠിപ്പിക്കുന്ന ബാലവാടിയിൽ ആ കൊച്ചു പഠിച്ചതാണ്. ഇത്രയും നല്ല മര്യാദക്കാരി ഒരു പെണ്ണ് ഈ നാട്ടിലില്ല. ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു പെൺകുട്ടി. അതിനെ സംബന്ധിച്ച് ഡോക്ടറുമായിട്ട് വിശദമായി സംസാരിച്ചതിൽ അത് ഏത് സമയത്തും ആത്മഹത്യ നടത്താനുള്ള ഉൾപ്രേരണ ഉണ്ടാകുകയും ഇത്തരം രോഗികൾ ചികിത്സിച്ച് സാധാരണഗതിയിൽ ഭേദമാക്കാൻ കഴിയാത്ത ഒരു അസുഖമാണെന്നും സാധാരണഗതിയിൽ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ കഴിയൂ എന്നും
ഡോക്ടർ പറയുകയുണ്ടായി. ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയ കോലഞ്ചേരി പ്രൈവറ്റ് ആശുപത്രിയിൽ ഉണ്ടാക്കിയതാണ്. ഇത് മാനസിക രോഗ ആശുപത്രിയിലല്ല, ഒരു സൈക്കാട്രിസ്റ്റല്ല എഴുതിയേക്കുന്നത്. ഈ അസുഖത്തിനിടയ്ക്ക് തന്നെ പ്രഗ്നൻ്റ് ആവുകയും പ്രസവശേഷം വീട്ടിൽ വന്ന ശേഷം മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നതിന് മുടക്കം വരുത്തിയതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാവുകയും അന്വേഷിച്ചെങ്കിൽ തന്നെ തെറ്റായ റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പെൺകുട്ടി മരിച്ച ദിവസം രാവിലെ 6:15 മണിയോടുകൂടി ഭർത്താവ് സാബു ജോലിക്ക് പോവുകയും 8 മണിയോടുകൂടി പെൺകുട്ടിയുടെ അച്ഛൻ ജോർജ് കുട്ടി കമ്പളികണ്ടം ടൗണിലെ ചുവട്ട് തൊഴിലാളിയാണ്, അയാളും ജോലിക്ക് പോയതായിട്ടും മനസ്സിലായി. ഈ പെൺകുട്ടി രാവിലെ വെള്ളം എടുക്കാനായി അടുത്തുള്ള ഈ കുളത്തിൽ പോവുകയും ഈ സ്ത്രീ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. 80-82 ദിവസം കൊണ്ടായുള്ളൂ. അതിനു മുമ്പൊന്നും വെള്ളം എടുക്കാനായിട്ട് അവരെ കണ്ടിട്ടില്ല. അപ്പോൾ പ്രസവിച്ച് കിടന്ന് വെള്ളം എടുക്കാൻ പോയതാണ് അവർ പറഞ്ഞത്. അങ്ങനെ വെള്ളം എടുക്കാനാവുന്ന ആ സമയത്ത് പോകാറില്ലാത്തതാണ്. ആ പോകുന്ന വഴിക്ക് ഈ മാനസിക രോഗത്തിൻ്റെ കാഠിന്യത്താൽ വിഷം കഴിച്ച് ഒന്നുകിൽ വെള്ളത്തിൽ ചാടുകയോ കുളത്തിൽ ചാടുകയോ അതല്ലെങ്കിൽ ഈ വിഷത്തിൻ്റെ കാഠിന്യത്താൽ കുളത്തിൽ വീഴുകയോ ചെയ്ത് ഉണ്ടായ മരണമാണ് ഇതെന്ന് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളതാണ്. ബോഡി കുളത്തിൽ കിടന്നിരുന്ന ആളുകൾ എടുത്തവർ പറഞ്ഞത് വായും മൂക്കും മൂടിക്കെട്ടി അഴിക്കാൻ പാടില്ലാഞ്ഞതുകൊണ്ട് ഇവർ ഊർത്തിക്കളിയാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നോക്കിയപ്പോൾ നാക്ക് പുറത്ത് തള്ളി ഇരിക്കുന്നതായിട്ട് കണ്ടു. ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ മനസ്സിലായത് ഈ പെൺകുട്ടി രാവിലെ തലവേദന കുട്ടിക്ക് തോന്നുകയും അങ്ങനെ ഒരു തോർത്തെടുത്ത് തലയിൽ ചുറ്റിക്കെട്ടുകയും ചെയ്തിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ വന്നിട്ട് ആ വെള്ളത്തിൽ വീഴുകയോ ചാടുകയോ ചെയ്ത സമയത്ത് ആ തോർത്ത് തലയിൽ കെട്ടിയിരുന്ന തോർത്തൂർന്ന് മുഖത്തോട്ട് വീണതാണെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. അതോടൊപ്പം തന്നെ വിഷം എങ്ങനെ ഉള്ളിൽ ചെന്നു എന്നുള്ളതാണ്. ശരീരത്ത് യാതൊരുവിധ ബലപ്രയോഗത്തിൻ്റേതായ ലക്ഷണങ്ങളോ പോറലുകളോ മറ്റ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം പെൺകുട്ടി അത് സ്വയം കഴിച്ചതാണ് എന്നേ നമുക്ക് കരുതാൻ കഴിയും. പിന്നെ വിഷം എവിടുന്ന് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ വാഴ കൃഷിയുള്ള മേഖലയാണ്. മിക്കവാറും വാഴ കൃഷിക്ക് ഈ ഫെറുഡാൻ വിഷം എല്ലാ കൃഷിക്കാരും ഉപയോഗിക്കാറുണ്ട്. ഉപയോഗം കഴിഞ്ഞിട്ട് കുറച്ച് അവശേഷിക്കുന്നത് വാഴയുടെ ചോട്ടിൽ തന്നെ അവർ സൂക്ഷിക്കാറുമുണ്ട് എന്ന് മനസ്സിലായി. വാഴ കൃഷി ചെയ്യുന്നവൻ വാഴയുടെ ചോട്ടിൽ കൊണ്ടുവന്ന് വിഷം വെക്കാറില്ല. വിഷം കഴിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ വിഷം കിട്ടാൻ പറ്റിയൊരു സാധ്യത ഇല്ല. അവിടെ പ്രസവിച്ചെടുക്കുന്നതുകൊണ്ട് പുറത്തേക്ക് വേറെ ഇത് മേടിക്കാൻ പോവുക ഒന്നുമില്ല. അങ്ങനെ കിട്ടാൻ സാധ്യത ഇല്ല സംഭവങ്ങളൊന്നും. അതുപോലെ തന്നെ വെള്ളത്തിൽ ചാടി മരിച്ച ഒരു ജഡം അപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ സാധ്യതയില്ല. മരിക്കുന്നതിന് മുമ്പ് വെള്ളത്തിൽ ചാടിയതാണെങ്കിൽ വെള്ളം കുടിച്ച് വീർത്ത് നേരത്തിനുള്ളിൽ വെള്ളത്തിലെ ജഡം പൊങ്ങുള്ളൂ എന്ന് ഒരുവിധപ്പെട്ട വിവരമുള്ളവർക്ക് ബോധമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. വെള്ളത്തിൽ പൊങ്ങിക്കിടന്നത് നൈറ്റി ആയിരുന്നു ധരിച്ചിരുന്നത്. നൈറ്റിക്കകത്ത് വായു കെട്ടി നിന്ന് കഴിഞ്ഞാൽ ബോഡി വെള്ളത്തിൽ പൊങ്ങിക്കിടയാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മൾ ഫോറൻസിക് എക്സ്പെർട്ടുകളുമായിട്ടൊക്കെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. എന്താണെങ്കിലും ഒരു കൊച്ചു വെള്ളത്തിൽ വീണ 3 മിനിറ്റും കൊണ്ട് ആ കുളത്തിൽ ചാടി മരിച്ച് പൊങ്ങി വരില്ലല്ലോ. മരിച്ച ഒരു ബോഡി പെട്ടെന്ന് വെള്ളത്തിൽ പൊങ്ങാൻ സാധ്യത കുറവുണ്ട്. അത് സൂയിസൈഡാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നമ്മൾ എത്തിയത്. അതനുസരിച്ച് അത് ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഒരു കൊലപാതകം തന്നെയാണ്. ഇത് കരുതി കൂട്ടിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടിട്ടുണ്ട്. പണം കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും ആരെയും വിലയ്ക്ക് വാങ്ങാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം തുഷാരയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഈ വൈരുദ്ധ്യം കടന്നു വന്നത്. എന്തായാലും ഈ കൊലപാതകം നടത്തിയ ആൾ ആരാണെങ്കിൽ തന്നെ അയാളെ കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അതല്ലെങ്കിൽ ഏതൊരു സംഘടനയ്ക്കോ ഉപയോഗം ഉള്ളതുകൊണ്ട് ഈ കേസ് തീർത്തും തേച്ചു മാച്ച് കളഞ്ഞ് ഇയാളെ രംഗത്ത് കൊണ്ടുവരുവാൻ മടിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവരുടെ മരിച്ച ആളുടെ ബന്ധുക്കൾ നമ്മുടെ അടുത്ത് ഭീഷണിയായിട്ട് വരികയും ചെറിയ ടൗണിൽ വെച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്യാൻ മാത്രം യാതൊരുവിധ പ്രശ്നങ്ങളും തുഷാരയ്ക്കുണ്ടായിരുന്നില്ല. 3 മാസം മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഒരിക്കലും ഒരമ്മയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. പ്രസവിച്ച് ഒരു 56 ആയപ്പോൾ ഇവളെ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, വലിയേട്ടാ ഞാൻ അങ്ങോട്ട് പോരുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തൊരു കാര്യം? എനിക്കിവിടെ കിടക്കപ്പുറത്തില്ല, എൻ്റെ സ്വർണം ചോദിച്ച് എന്നും ഒച്ചപ്പാടാണ്. വെള്ളം അടിച്ചിട്ട് വന്നിട്ട് എന്നെയും കൊല്ലും, എൻ്റെ കൊച്ചിനെയും കൊല്ലും. അതുകൊണ്ട് ചേട്ടായോട് പറഞ്ഞ് എന്നെ കൊണ്ടാൻ പറ വില്ലേട്ടാന്ന്. എൻ്റെ പിതാവ് ജോർജ് എന്ന് പറഞ്ഞ ആളാണ്
ചുമട്ട് തൊഴിലാളിയാണ്. അയാൾ ഗുണ്ടയാണ്, അറിയപ്പെടുന്ന CI2-ൻ്റെ ഗുണ്ടയാണ്. ചില അവിശുദ്ധ കൂട്ടുകെട്ടുള്ള ആളാണെന്നാണ് അവൾ പറഞ്ഞറിഞ്ഞിരിക്കുന്നത്. പുള്ളിക്കാരൻ എപ്പോഴും നല്ല വെള്ളമാണ്, വെള്ളം അടിച്ച് വെച്ചൊന്ന് വീട്ടിൽ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് വഴക്കാണ് എപ്പോഴും. ആ വഴക്ക് കൂടി കഴിയുമ്പോൾ അമ്മേനെ ഇപ്പോൾ കൊല്ലും, അമ്മേനെ ഇപ്പോൾ കൊല്ലും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നുള്ളൂ. ഇയാൾക്ക് ആലീസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയായിട്ട് ഇതിനടുത്ത് 1.5 കമ്പിളികണ്ടത്തിനടുത്ത് ഒരു തെള്ളിത്തോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീയായിട്ട് ബന്ധമുണ്ട്. അവർക്ക് ഏതാണ്ട് പൈസ കൊടുക്കാണ്ട് പെണ്ണിൻ്റെ കരുത്തിൽ കിടന്ന ആഭരണം കണ്ട് തലേദിവസം കൊണ്ട് ചോദിച്ചു. തലേദിവസം സാബുവായിട്ടാണ് അവളുണ്ടായിരുന്നത്. സാബു പോയി കഴിഞ്ഞപ്പോൾ പിടിവലിയായി കഴിഞ്ഞ് അങ്ങനെ കയ്യബദ്ധം പറ്റിയാണ് പെൺകുട്ടി അടികൊണ്ട് വീഴുന്നത്. അല്ലാതെ അവൾക്ക് മരിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല. തുഷാരയുടെ മൃതദേഹത്തിൽ കാണുന്ന ഈ ചുവന്ന തോർത്ത്, ഈ തോർത്ത് ഉപയോഗിക്കുന്ന വ്യക്തി അതാരായിരിക്കും? ഇവരുടെ തലയിലൊരു തോർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു, വായിൽ വട്ടമായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. അത് ഞങ്ങൾ ഇവരുടെ സ്റ്റേഷനിൽ ചെന്നപ്പം ആ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തതാണ്. ഒരു ജോഡി ചെരുപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. തുഷാര കൊടുത്ത ആഭരണങ്ങൾ കൈക്കലാക്കാൻ അച്ഛൻ അമ്മയെ മർദ്ദിച്ചുവെന്നും ആരോപണമുണ്ട്. ആശുപത്രി പോകാൻ നേരത്ത് ഇവക്കടെ കഴുത്തിൽ 2-3 മാല ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം മമ്മി ഇട്ടോളാൻ പറഞ്ഞ് ഇവള് കൊടുത്തുന്ന്. അപ്പം അത് ഈ പപ്പ വന്ന് ചോദിച്ചു, ആർക്കോ കാശ് കൊടുക്കാനുണ്ട്, അപ്പൻ്റെ സ്റ്റെപ്പിനിക്ക് കാശ് കൊടുക്കാനുണ്ട്, പേരെന്നോട് പറഞ്ഞിട്ടില്ല, സ്റ്റെപ്പിനിക്ക് കാശ് കൊടുക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് എന്നോട് സ്വർണം ചോദിച്ചു. അന്നേരം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മമ്മിക്കിട്ട് തല്ലിപ്പോൾ ആ അടി കൊണ്ടത് ഇവക്കടെ കഴുത്തിൻ്റെയാണെന്നാണ് പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും യാതൊരു നിയമ നടപടികളും ഉണ്ടായിട്ടില്ല. വെള്ളത്തോലസൈ അയാളോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല അയാൾ മറുപടി പറയുന്നത്. നിങ്ങൾക്ക് എന്നാ പരാതി? ഭർത്താവിനോ അല്ലെങ്കിൽ അവിടെ അപ്പൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അയാൾക്ക് പരാതിയില്ല, പിന്നെ പത്രക്കാർക്കാണ് പരാതി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണം എനിക്ക് തൃപ്തികരമായിട്ടല്ല തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്ന് ചോദിക്കുന്ന ഒരു റെക്കോർഡും അവിടെ ഇല്ല, എന്താവശ്യപ്പെട്ടാലും അവിടെ ഇല്ല. ഇൻക്വസ്റ്റിൻ്റെ കോപ്പി ചോദിച്ചപ്പോൾ അവിടെ നിന്ന് തരാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട തഹസിൽദാർ മുഖേന തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് കിട്ടിയത്. അതും സ്റ്റേഷനിൽ നിന്ന് എനിക്ക് തന്നില്ല. സാധാരണ ഇത് സ്റ്റേഷനിൽ നിന്ന് ഇൻക്വസ്റ്റിൻ്റെയും പോസ്റ്റ്മോർട്ടത്തിൻ്റെയും കോപ്പി കിട്ടേണ്ടതാണ്, അത് കിട്ടിയില്ല. ആദ്യമേ എന്നോട് പറഞ്ഞു വെള്ളത്തിൽ വീണ് മരിച്ചു. ആന്തരികാവയവങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ ചെന്നിട്ടില്ല. പിന്നീട് കണ്ട പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് ചെന്നിട്ടുണ്ടാകുന്നത്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. സ്വന്തം മകളുടേത് വെറും ഒരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ കുടുംബം. പണത്തിന്റെയും ഉന്നത രാഷ്ട്രത്തിന്റെയും സ്വാധീനത്തിൽ തുഷാരയുടെ വീട്ടുകാർ വിലക്കെടുത്തിരിക്കുകയാണ് ചില അന്വേഷണ ഉദ്യോഗസ്ഥരെയും ചില ഡോക്ടർമാരെയും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഭയങ്കരമായ വീഴ്ചയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു സ്വാഭാവിക മരണമാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഈ മരണത്തെപ്പറ്റി അറിയണം. കാരണം അതിനുള്ള ഒരു ആങ്കൊച്ച്, അതുകൾ പ്രസവിച്ചിട്ട് 88 ദിവസമായ ഒരു ആങ്കൊച്ചിനെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഇവളെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കുട്ടി പ്രായമായി കഴിയുമ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചോ എന്ന് ചോദിച്ചാൽ ഇത്രയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എല്ലാ രേഖകളും പഞ്ചായത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. കോടതിയിൽ അന്യായം ഫയൽ ചെയ്തിട്ട് കോടതി നിന്ന് അന്വേഷണത്തിന് SP ഓർഡർ ഇട്ടിട്ടെന്ന് പറയുന്നതല്ലാതെ ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് യാതൊരു അറിവും അവിടെ നിന്നിട്ടില്ല. കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. സാധാരണക്കാരുടെ വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് കോടതിയിലല്ലാതെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലല്ലാതെ മറ്റെവിടെയാണ് ഈ പാവപ്പെട്ടവർ പോകേണ്ടതെന്ന് ആണിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പണത്തിന് ഓശാന പാടിക്കൊണ്ട് സത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടർമാരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒരു കാര്യം ഓർക്കുക, സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. അന്ന് നിങ്ങൾക്ക് നിരത്തി വയ്ക്കാൻ ഇപ്പോഴുള്ള കള്ളങ്ങൾ മതിയാവാതെ വരും. ശേഷം ഇനി നാളെ വൈകുന്നേരം 3:30